സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാകും എന്നുള്ളതാണ്. അടൂർ പ്രകാശ് UDF കൺവീനറാകാൻ പോകുന്നു. KPCC പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരെത്താൻ പോവുകയാണ്. ഈ UDFിലെ കോൺഗ്രസിലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുമ്പിലുണ്ടായിരുന്ന ചർച്ചകൾ, പാർട്ടിക്കകത്തുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ, അതിനൊക്കെ ഇപ്പോഴൊരു പരിഹാരമായിരിക്കുകയാണ്. സണ്ണി ജോസഫ് അടുത്ത KPCC അധ്യക്ഷനാകാൻ പോകുന്നു. K സുധാകരൻ മാറുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്തായാലും അത് സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ കൂടി അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് ഹൈക്കമാൻഡ് മാറ്റിയിരിക്കുകയാണ്. പകരം സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാകാൻ പോകുന്നു. വളരെ നിർണായകമായ തീരുമാനങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാവുകയാണ്. സുപ്രധാനമായ 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെ കോൺഗ്രസ് ഒരു നേതൃമാറ്റത്തിലേക്ക് പോവുകയാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവർ വരാൻ പോകുന്നു. പുറത്തു പോകുന്ന മുൻ അംഗങ്ങളുടെ സംഭാവനകളെ അഭിനന്ദിക്കുന്നു എന്നാണ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നത്. പല പേരുകളും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ പേര് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയാണ്. നേരത്തെ ആന്റണിയുടെ പേരും സണ്ണി ജോസഫിൻ്റെ പേരുമൊക്കെ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വന്നിരുന്നെങ്കിലും K സുധാകരൻ കടുത്ത നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ നിൽക്കുകയായിരുന്നു ഹൈക്കമാൻഡ്. നേതൃമാറ്റം വേണം എന്നുള്ള ആവശ്യം പാർട്ടിക്കകത്ത് നിന്ന് അതിശക്തമായി വരുന്ന സാഹചര്യം. അതേസമയം തന്നെ ചില നേതാക്കൾ സുധാകരൻ ഒഴിയേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം. അതിലെ ആ നിലപാടുകളിൽ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയായിരുന്നു. ഇപ്പോഴെന്തായാലും ഹൈക്കമാൻഡ് ആ തീരുമാനം എടുത്തിരിക്കുകയാണ്. സണ്ണി ജോസഫ് പുതിയ KPCC അധ്യക്ഷനാകാൻ പോകുന്നു. K സുധാകരൻ്റെ നിലപാട് എന്തായിരിക്കും എന്നതൊക്കെ ഇനി ശ്രദ്ധേയമാണ്. അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിന്, അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ടൊരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുമോ എന്നുള്ളതൊക്കെ ഇനിയുള്ള മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വിനീത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, ഒടുവിൽ ആ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു. നേരത്തെ ആന്റണിയുടെ പേരും സണ്ണി ജോസഫിൻ്റെ പേരും സുധാകരൻ മാറുകയാണെങ്കിൽ സജീവമായി കേട്ടിരുന്നതാണ്. അതിൽ നിന്ന് സണ്ണി ജോസഫിൻ്റെ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നത് എങ്ങനെ? വിവരങ്ങൾ എങ്ങനെയാണ്? ടിക്ക് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിലാണ് സണ്ണി ജോസഫിന്റെ പേര് ഈ പരിഗണനയിൽ ഉണ്ടെന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്നേരം അത് അഭ്യൂഹങ്ങൾ എന്ന തരത്തിലേക്കൊക്കെ തന്നെ സണ്ണി ജോസഫിന്റെ പേര് ഒരു തരത്തിലേക്ക് മാറ്റി നിർത്തുകയായിരുന്നു. ആന്റണിക്ക് തന്നെയാണ് സാധ്യത എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന ഘട്ടത്തിൽ KPCC അധ്യക്ഷനായി സണ്ണി ജോസഫിനെ തീരുമാനിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് AICC പുറത്തിറക്കിയിരിക്കുകയാണ്. സണ്ണി ജോസഫ് പേരാവൂർ MLA കൂടിയായ സണ്ണി ജോസഫ് സുധാകരന് പകരക്കാരനായി ഇനി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തും. ഒരുപക്ഷെ കുറെ കൂടി നേരത്തെ തന്നെ ഇത്തരത്തിലേക്കൊരു അധ്യക്ഷ മാറ്റം സംബന്ധിച്ച് ഒരു കൃത്യമായ നിലപാടെടുക്കാൻ AICCക്ക് കഴിയുമായിരുന്നു, ഹൈക്കമാൻഡിന് കഴിയുമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയും ഒക്കെയായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയും നേതൃത്വം തനിക്കൊപ്പമുണ്ട്, ഹൈക്കമാൻഡ് തനിക്കൊപ്പമുണ്ട്, തന്നെ മാറ്റുന്ന കാര്യത്തിലൊന്നും അത്തരത്തിലേക്കുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ സുധാകരൻ പരസ്യമായി പ്രസ്താവനകൾ പറഞ്ഞത് ഹൈക്കമാൻഡിനെ ഒരല്പം ചൊടിപ്പിക്കുകയും ഒപ്പം തന്നെ പിന്നാലെ ഒരല്പം ആശയക്കുഴപ്പത്തിലേക്കാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇടതുപക്ഷത്തിനെയൊക്കെ തന്നെ അല്ലെങ്കിൽ CPM-നെതിരെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവ് എന്നൊരു പ്രതിച്ഛായ K സുധാകരന് പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരനെ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിനെ മാറ്റുമ്പോൾ അത് അദ്ദേഹത്തിന്റെ കൂടെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി വേണം ആ മാറ്റം എന്നുള്ളത് തന്നെയായിരുന്നു ഹൈക്കമാൻഡിനെ ഏറെക്കുറെ ആശയക്കുഴപ്പത്തിലേക്ക് ആക്കിയതും. ഏതെങ്കിലും തരത്തിലൊരു പൊട്ടിത്തെറിയിലേക്ക് സുധാകരൻ പോവുകയാണ് എങ്കിൽ അത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം ഹൈക്കമാൻഡിനെ അറിയിച്ചൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുധാകരനെ ഇപ്പോൾ CWCയുടെ സ്ഥിരം ക്ഷണിതാവായി, കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവ് എന്ന തരത്തിലേക്ക് സുധാകരനെ പരിഗണിച്ചിരിക്കുന്നു. അതായത് ഈ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോഴും അദ്ദേഹത്തെ പൂർണ്ണമായും പാർട്ടി മാറ്റി നിർത്തുന്നില്ല, പാർട്ടിക്കൊപ്പം നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ കേരളം ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സുധാകരനെ ഒപ്പം നിർത്തിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ സുധാകരന് പകരക്കാരനായി പേരാവൂർ MLA കൂടിയായ സണ്ണി ജോസഫ് എത്തുന്നുവെന്ന വിവരം ലഭ്യമായിരിക്കുന്നു. ഒരുപക്ഷെ രണ്ടുപേരും കണ്ണൂർ സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെ സുധാകരൻ മാറുമ്പോൾ പകരക്കാരനായ ഒരു കണ്ണൂർ സ്വദേശി എത്തണമെന്നൊരു ആഗ്രഹം കണ്ണൂരിലെ അടക്കമുള്ള നേതാക്കൾക്കൊക്കെ, കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ തന്നെ ഉണ്ട്. പേരാവൂരിൽ നിന്നുള്ള തുടർച്ചയായ ഒരു ജയം അത് ജനപിന്തുണ തെളിയിക്കുന്നതാണെന്നായിരുന്നു സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് എത്തിയാൽ അത് പാർട്ടിയുടെ താഴെത്തട്ട് മുതൽ ഊർജം നൽകുന്നതായിരിക്കും ആ പുതിയ മാറ്റം എന്നുള്ളത് ഹൈക്കമാൻഡ് വിലയിരുത്തിയിട്ടുണ്ട്.